ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുഖത്തിൻ്റെയും ശരീരത്തിൽ എവിടെയാണെങ്കിലും കരിവാളിപ്പും ടാനും ഒക്കെ മാറാനായിട്ട് ഒരു സൂപ്പർ ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയണം. എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഒറ്റ യൂസിൽ തന്നെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2 ദിവസം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. ടാനൊക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം വേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3 സ്പൂൺ ചോറാണ്. സാദാ ചോറാണ്, പച്ചരിയൊന്നുമല്ല. ഞാൻ വീട്ടിൽ സാദാ നമ്മൾ വയ്ക്കുന്ന സാദാ ഒരു ചോറാണ്. അപ്പം ബസുമതി റൈസ്, പച്ചരി, അങ്ങനെ വെള്ള അരിയല്ല. ഇത് ചമ്പാവരിയാണ്. ചമ്പാവരി എന്നിങ്ങനെ പറയും. നമ്മൾ സാദാ മട്ട അരിയാണ്. അതിൻ്റെ 3 സ്പൂൺ അരി നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അലോവേര ജെല്ലായിട്ട് ഉപയോഗിക്കുന്നതും പുറത്തുനിന്ന് വാങ്ങിയതല്ല, വീട്ടിൽ തന്നെ ഉണ്ടായ നാച്ചുറലായിട്ടുള്ള അലോവേരയുടെ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അലോവേര ജെല്ല് വാങ്ങിയിട്ട് ഉപയോഗിച്ചാലും മതിയാകും. അതിനുശേഷം 1 ടീസ്പൂൺ കോഫി പൗഡർ, കാപ്പിപ്പൊടി, അതാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കാപ്പിപ്പൊടി. അതിനുശേഷം 1 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചോറ് അരച്ചത്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം, അലോവേര ജെല്ല്, പിന്നെ 1 സ്പൂൺ തൈര്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ മുഖത്താണെങ്കിലും കൈകളിലും കാലിൽ കഴുത്തിന് പുറകിൽ എവിടെയെന്ന് വെച്ചാൽ എവിടെയാണോ നിങ്ങൾക്ക് കരിവാളിപ്പ് അല്ലെങ്കിൽ ടാന്, നമ്മുടെ എണ്ണമയം ഒക്കെ ഉള്ള ചർമ്മങ്ങളുണ്ട്, നമ്മളെല്ലാ ദിവസവും സോപ്പ് തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ടാൻ പിടിച്ച് കട്ടിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പുരട്ടുക. അപ്പം ഞാൻ നിങ്ങൾക്ക് കയ്യിലാണ് പുരട്ടി കാണിച്ചു തരുന്നത്. ഇപ്പോൾ കയ്യിലായാലും മുഖത്തായാലും വീഡിയോയിൽ നമ്മൾ പുരട്ടി കാണിച്ചിട്ട് വ്യത്യാസം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കാരണം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റൂ. പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ അപ്പോൾ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക്, ഞാനിപ്പോൾ കയ്യിലാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രീം നന്നായിട്ടിട്ടിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിനകത്ത് കോഫി പൗഡർ ഉള്ളതുകൊണ്ട് റബ്ബ് ചെയ്യാം. ഇനി തൈരില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ ലെമൺ ജ്യൂസ് ഒത്തിരി ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2 ഡ്രോപ്പ് ലെമൺ ജ്യൂസ് മാത്രം ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ അതുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ തൈര് മിക്സ് ചെയ്യാം. ഏതായാലും ഒരെണ്ണം വെച്ചിട്ട്, ഒന്നേ തൈര് ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ്. പിന്നെ കോഫി പൗഡറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോഫി പൗഡർ. നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒന്നാണ് കോഫി പൗഡറും തൈരല്ലെങ്കിൽ ലെമൺ ജ്യൂസ്. അപ്പോൾ ഇത് രണ്ടും മാത്രം ആയാലും മതിയാകും. നമുക്ക് കഴുത്തിലും മുഖത്തും ഒക്കെ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്താൽ തന്നെ നല്ല വ്യത്യാസം അനുഭവപ്പെടുന്ന ഒന്നാണ് കോഫി പൗഡറും തൈരും മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ. അത് നമുക്ക് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് തൊട്ട് മുമ്പേ അപ്ലൈ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഫേഷ്യലിന് പകരമായിട്ട് നമുക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യാവുന്ന പരിപാടിയാണ്. ഈ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് കോഫി പൗഡറും ഇതുപോലെ ലെമൺ അല്ലെങ്കിൽ തൈരും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അലോവേര ജെല്ല്, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വീക്ക്ലി ട്വൈസ് ഒരു 15 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് ചെയ്താൽ നമുക്ക് മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. ഓക്കെ, താങ്ക് യു.